നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മേഘമലയിൽ നീ കൊച്ചായിരുന്നപ്പോ നിന്നോടൊപ്പം മണ്ണപ്പം വെച്ച് കളിക്കാനും കള്ളനും പോലീസും കളിക്കാനും ഊഞ്ഞാലാട്ടുകാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആനന്ദൻ. സോമന്റെ അച്ഛൻ രവീന്ദ്രൻ നായരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ. നിങ്ങൾ താമസിച്ച വീടിന് 3 വീട് മാറിയായിരുന്നു ഞങ്ങളുടെ താമസം. അയ്യോ, നാരായണ മാമനായിരുന്നു ഇത്. ആളെ കണ്ട തീരെ മനസ്സിലാവുന്നില്ലല്ലോ. പ്രായം കുറെ ആയില്ലേ, അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. അന്ന് സോമശേഖരൻ നായര് വിമലയെ വിവാഹം കഴിച്ച മേഘമലയിലേക്ക് കൊണ്ടുവരുമ്പോ എനിക്ക് ഏതാണ്ടൊരു 45-50 വയസ്സ് കാണും. അതെ, ഇപ്പൊ വയസ്സ് 80 മുടിയും താടിയൊക്കെ നരച്ചു. അതുകൊണ്ട് സ്വാഭാവികമായി തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടാവും. മോനിത് ആരാന്ന് മനസ്സിലായോ? മേഘമലയിൽ വെച്ച് മോന്റെ ഒപ്പം കളിക്കാൻ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ദേവു. ആ കുട്ടിയുടെ മുത്തശ്ശനാ. ദേവു എന്ന് പറഞ്ഞാൽ ആ ദേവു തന്നെയാണ് ഈ ദേവിക. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ അതെ, നിന്റെ കളിക്കൂട്ടുകാരെ തന്നെയാ നീ പെണ്ണ് കാണാൻ വന്നത്. ദേവികയും ഇവനും തമ്മിൽ നല്ല കൂട്ടായിരുന്നല്ലോ. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ദേവു, ഞാനിപ്പോ ദേവിയെ വിളിക്കാം. നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ആ, ഞാനിവിടെ നിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആരും എന്നെ ശ്രദ്ധിച്ചില്ല. അയ്യോ സോറി, ഞങ്ങൾ ഈ സംസാരത്തിൽ മുഴുകിപ്പോയതാ. ഓ, അത് സാരമില്ല. ഇതെന്റെ മോള് സുലോചന. ഓ, സുലോചനെ ദേവി ഓടിക്കൊണ്ട് വരാൻ പറ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയോ? ഏയ്, ഒരു 5-6 മാസമായി കാണും, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് മാറിയത് കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെന്ന് കരുതി. അപ്പോ മേഘമലയിലുള്ള വീടും വസ്തുക്കളൊക്കെ അതൊക്കെ വിറ്റു. ഒരു കണക്കിന് അവിടത്തെക്കാളും ഇവിടെ താമസിക്കുന്നത് തന്നെയാ ഇന്നത്തെ കാലത്ത് നല്ലത്. ഇതാണ് ദേവിക, മോന്റെ ഒപ്പം കളിച്ചു നടന്ന ആ പീക്കിരി പെണ്ണ് ദേവു. നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ആരാണെന്നറിയൂ? നിന്റെ പഴയ കളിക്കൂട്ടുകാരനാ ആനന്ദൻ. മേഘമലയിൽ നീ കൊച്ചായിരുന്നപ്പോ നിന്നോടൊപ്പം മണ്ണപ്പം വെച്ച് കളിക്കാനും കള്ളനും പോലീസും കളിക്കാനും ഊഞ്ഞാലാട്ടുകാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആനന്ദൻ. ദേവു, മോളെ നോക്കി നിൽക്കാതെ ചായ കൊടുക്ക്. വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ രണ്ടുപേരും. അതിന്റെ എക്സൈറ്റ്മെന്റാ.
ആനന്ദനെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ മിക്കവാറും ദിവസം ദേവുവിനെ ഓർക്കും. നമ്മുടെ കുട്ടിക്കാലം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അത് ഞാനും ഓർക്കും. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ആന്റി അന്ന് വളരെ സ്ലിം ആയിരുന്നു. ഇപ്പൊ തടി വെച്ചു അല്ലേ? കാലത്തിന്റെ മാറ്റം മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ? മോൻ പറ, പെണ്ണിനെ ഇഷ്ടായോ? ആ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ അമ്മേ? അപ്പോ ദേവിയൊക്കെ എന്റെ മോനെ ഇഷ്ടായോ? ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റില്ല മോളെ. മോള് പറ. മുത്തശ്ശൻ പറയട്ടെ. ഞാനല്ല പറയേണ്ടത്, നീയാ. നീ തന്നെ പറ. ആ. ഇഷ്ടമാണ്. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇനി അധികം ചോദിക്കാനും പറയാനൊന്നുമില്ല. എപ്പം വിവാഹം നടത്താന്ന് പറഞ്ഞാ മതി. ആദ്യം ഒരു എൻഗേജ്മെന്റ്, അത് കഴിഞ്ഞ് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം. പെട്ടെന്നൊരു എൻഗേജ്മെന്റും വിവാഹവും നടത്താൻ പറ്റില്ല. അല്ല, അതെന്ത് പറ്റി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.